പ്രോ വെഡിങ് പ്ലാൻസ് പാർട്ട് 3. നേരത്തെ പറഞ്ഞൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് ആർക്കും അറിയില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന കുറച്ച് പരിപാടി ഉണ്ട്. അതായത് വീട്ടിലോട്ട് ഗസ്റ്റ് വരുമ്പോൾ അവർക്കുള്ള സ്നാക്സ്, ജിലേബി, ലഡു കഴിക്കും. സ്നാക്സ് ഐറ്റംസ് ഒക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്തു. സോ ക്ലോസ് ചെയ്ത് വെച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അതും ഒരു എക്സ്പെൻസ് ആണ്. സോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ വെഡിങ് എക്സ്പെൻസ് ഒക്കെ നോക്കാൻ. വീട്ടിലോട്ട് ആൾക്കാർ ഒരു 10 days മുന്നൊക്കെ വരാൻ തുടങ്ങും. അവരോട് പ്രത്യേകം പറയണം ഈ ഡേറ്റിലൊക്കെ വന്നാൽ മതി എന്ന്. അല്ലെങ്കിൽ നമ്മളുടെ പരിപാടി ഒന്നും നടക്കില്ല. ഇൻ കേസ് ഇപ്പൊ പെയിന്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ അവരും കൂടെ കുത്തിക്കയറ്റി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ പെയിന്റിംഗ്, സോഫ മേടിച്ചിടൽ, വീട് ക്ലീനിങ്, ഈ പണിയൊക്കെ ഒരു മാസം മുമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, കുളമാണ്. പിന്നെ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ആണെങ്കിൽ 1 week മുന്നെങ്കിലും ചായ വെക്കാനെങ്കിലും ഒരാൾ നിർത്തണം. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ചായ വെക്കാൻ ആരും ഉണ്ടാവില്ല, ചായ തന്നെ ഉണ്ടാവില്ലല്ലോ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഈ വീട്ടിൽ കല്യാണമായ വരുന്ന റിലേറ്റീവ്സ്. നിങ്ങൾ കുറച്ച് സമാധാനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ റിലേറ്റീവ്സിനെയൊക്കെ അവരവരുടെ വീട്ടിൽ തന്നെ പറഞ്ഞയക്കുക. ഓക്കെ, നാളെ രാവിലെ വന്നാൽ മതി, രാത്രിയാകുമ്പോ പോട്ടെ. ഈ രാത്രി എന്നുള്ള സമയം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനും ഉറങ്ങാനൊക്കെയാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. ഈ സാധനം നൈസായിട്ട് അങ്ങ് തട്ടിയാൽ പകുതി ഓക്കെയാണ്. ഇനി കല്യാണത്തിന്റെ തലേന്ന് പരിപാടി വരുന്ന ദിവസമൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അടുത്ത വീഡിയോ പറയാം. 1000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഫോളോ ബാക്ക് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.